ബായുടെ മോനെ കൊന്ന അതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാൻ ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ? നമ്മുടെ ബാലിനെ ആർക്കോ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടു. അമ്മയും പെങ്ങള് പേടിച്ചിരിക്ക അവിടെ. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്. നീയും അങ്ങനെ തന്നെ ചാവണം. ബായ്, ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായി അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്. അവനല്ല ബായി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ ഓ എന്റെ മുമ്പിൽ ബായ് ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിന്റെ ഭായി എന്ന് പറഞ്ഞാൽ എന്റെയും ഭായി അല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയൂ എനിക്കതിന്? ഇല്ല. ശിവൻ പോ. ബാലു എടാ, വേണ്ട ബായ്, മാറിക്കണം അവിടുന്ന്. ബായ് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലു നിരവര എന്റെ മോനെ കൊന്നവനെ എനിക്ക് വേണം. വീട്ടിലല്ല. ബായ് ഞാൻ പറയുന്നത് കേക്ക്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ടെ ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്. ആ എസ് പി ചിന്നാടന്മാരും ചേർന്ന ജോണിയുടെ മുഖത്തെ ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ? അതാ എസ് പിയുടെ മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായോട് കള്ളം പറയില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് ഇവനെയും. ശിവ, ഞാൻ ബായ്. ഏയ് ബായ്. ശിവ, എന്റെ മോനെ കൊന്നവരെ വെറുതെ വിടരുതടാ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഏയ് ഇവൻ ശരിയാവില്ല ബാ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബാ. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ഇതെന്നാടാവേ, പുറത്ത് ഭയങ്കര മഴയാന്നല്ലോ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാ. ഇത്രയും നേരമായിട്ട് എസ് പി ഇതെവിടെ പോയി കിടക്കുക? നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ല? പിന്നെ അല്ലാതെ. പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ. വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു വാ.
എന്നാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തോ ചതി ഉണ്ടല്ലോടാ. ബാബു തുറന്നു നോക്കണം. ശബ്ദം അപ്പൊ അത് മഴയില്ല, സ്പിരിറ്റാ. പിന്നാമ്പറത്തു കൂടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഒന്നാം കത്തിക്കും. എല്ലാ ഡോറും ലോക്കാ. ഗ്യാസ് ബായ് കേറ്. The offense alleged against accused number 1 to 5 by Walayar police station is that ഈ കേസിലെ ഒന്നാം പ്രതിക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ ഭാഗം തെളിവുകൾക്ക് സാധിക്കാത്തതിനാലും രണ്ടാം പ്രതി ചാണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തിട്ടുള്ളതിനാലും ഒന്നാം പ്രതി വാളയാർ പരമശിവം എന്ന ഉണ്ണി ദാമോദരനെ ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. എന്തിനാ ബായ് ഈ കുറ്റം ബായ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്? ഞാൻ ചെയ്ത കുറ്റത്തിന് നീ 4 വർഷം ശിക്ഷ അനുഭവിച്ചു. വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം, ഉണ്ണിയായിട്ട്. പൊയ്ക്കോ.